നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അതുപോലെയുള്ള രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് കരുതിയിട്ട് സ്കിപ്പാക്കി പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. കാരണം ഇതെല്ലാം ഇപ്പോൾ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇലക്ഷന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും നടൻ മോഹൻലാലും തമ്മിൽ നടന്ന ഒരു അഭിമുഖം. ഈ അഭിമുഖത്തിൽ PR സ്റ്റണ്ടിന് പൊടിച്ചത് 11 ലക്ഷം രൂപ ഒരു ആരോപണമുണ്ട്. അതായത് പൊതു ഖജനാവിൽ നിന്ന് 11 ലക്ഷമാണ് ഈ അഭിമുഖത്തിന് ചെലവാക്കിയത് എന്നുള്ളത്. ഞാൻ ഈ 11 ലക്ഷത്തിന് കണക്കുകൾ ബോധ്യപ്പെടുത്താനല്ല, PR വർക്കിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു അഭിമുഖം. ഈ PR വർക്ക് തന്നെയാണ് എൻ്റെ വിഷയവും. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തിൽ നിന്നും ഒരു പ്രശസ്തനായ ഒരു നടനുമായിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായി. അതൊരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കും. വേറെ തരത്തിലും PR വർക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് തൻ്റെ പൂർത്തിയാകാത്ത വല്ല പ്രവർത്തനം ഉണ്ടെങ്കിൽ ആളുകളുടെ ശ്രദ്ധ അതിൽ നിന്നും വേറൊരു പ്രവർത്തനത്തിലേക്ക് തിരിച്ച് ഒരു പബ്ലിക് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.